എവറി വൺ. അപ്പം നമ്മുടെ ഷോപ്പിലാണ്. അപ്പം ഞാനൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഇതെല്ലാവരും ശ്രദ്ധിക്കണം. കാരണം വളരെ അപകടകരമാണത്. ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ഫാറ്റിലായി പോകും. അപ്പോൾ എന്താ കാര്യം എന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് വീഡിയോ. നമ്മളൊരു ചെറിയൊരു അക്വേറിയാണ്. അപ്പോൾ ഇതിൽ വെച്ചിട്ടുള്ളൊരു ഫിൽറ്റർ ഉണ്ടോ, നമ്മളൊരു RS എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു ഫിൽറ്ററാണ്. ചെറിയൊരു ഹാങ്ങിങ് ഫിൽറ്ററാണ്. ഏകദേശം ഒരു 6 മാസം അതിന് മേലെ ആയിട്ട് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതിൽ ഷ്രിമ്പുകളെയാണ് ഇട്ടിട്ടുണ്ട്. വേണ്ട ഷ്രിമ്പ് കാണുമെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ ഈ ഷ്രിമ്പിനെ പിടിക്കാൻ പിന്നെ കുറച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലാണ് ഷ്രിമ്പുകൾ വളർന്നത്. കടയിൽ തന്നെയാണ്. അപ്പോൾ ഇതിലൊക്കെ ഷ്രിമ്പുണ്ട്. അപ്പോൾ ഷ്രിമ്പുകളെ പിടിക്കാൻ വേണ്ടി ഞാൻ ഇന്നലെ ഇതിലൊന്ന് തൊട്ട്, മീൻസ് സാധാരണ പെട്ടെന്ന് നമ്മൾ കൈയിട്ടൊക്കെ പിടിക്കാറുണ്ട്. പക്ഷെ ഞാൻ ഇന്നലെ തൊട്ടപ്പോൾ എനിക്ക് ഷോക്ക് കിട്ടി. അപ്പോൾ ഞാൻ 2 പ്രാവശ്യം നോക്കി. ഭാഗ്യത്തിന് വലിയ കാര്യമായിട്ടൊന്നും പറ്റിയില്ല. പക്ഷെ അതിന് ശേഷം ഞാനിത് ടെസ്റ്റർ വെച്ചിട്ടൊന്ന് നോക്കി. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ഓൺ ചെയ്തിട്ട് ഞാനത് വലിച്ചിട്ടൊക്കെയാണ്. കാരണം ഇതിലൊന്നും എനിക്ക് ഷോക്ക് അടിക്കുന്നത് നല്ല സംഭവങ്ങളുണ്ട് തന്നെ. പക്ഷെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ കാണിക്കാം. കണക്ട് ചെയ്തിട്ട് വേണ്ട, വർക്ക് ചെയ്ത് തുടങ്ങിയില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ഫിൽറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഞാൻ കാര്യം നമ്മുടെ ടെസ്റ്ററല്ലേ ഞാൻ ഈ വെള്ളത്തിലൊന്ന് കാണിക്കുന്നുണ്ടോ. ടെസ്റ്റർ കത്തനുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിലേക്ക് അത്രയും പവർഫുൾ ആയിട്ടുള്ള കറണ്ട് വരുന്നുണ്ട്. അത് ചെറിയ രീതിയിലൊന്നുമല്ല. ഭാഗ്യത്തിന് എനിക്കൊന്നും പറ്റിയില്ല എന്ന് കേൾക്കണ്ട. എടുത്തു കഴിഞ്ഞാൽ ഒന്നുമില്ല. ഒന്നുകൂടി ക്ലോസ് ആയിട്ട് കാണിച്ചത് അത് കണ്ടോ. അപ്പോൾ ഈ ഫിൽറ്റർ നിങ്ങൾ ഹാങ് ഫിൽറ്റർ കാണുമ്പോൾ വിചാരിക്കും ഇതിലേക്ക് കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ യൂണിറ്റ് ഇവിടെ ഇരിക്കണേ. ഇതിലേക്കാണ് നമ്മൾ കറണ്ട് പോകണത്. ഇതിലെന്തെങ്കിലും ലീക്ക് വന്നാലാണ് ഇതിലേക്ക് കറണ്ട് വരണേ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതില്ലാതെ ഞാൻ ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചാൽ നമ്മൾ പ്ലഗ് അൺപ്ലഗ് ചെയ്ത് നോക്കൂ, ഒരു കുഴപ്പമില്ല. കേട്ടോ കേട്ടോ, ഇതാണ് അവസ്ഥ. അപ്പോൾ നമ്മൾ കമ്പനീനെ കുറ്റം പറയണോ നമ്മുടെ ശ്രദ്ധേനെ കുറ്റം പറയണോ എന്നൊന്നും എനിക്കറിയില്ല. കാരണം കമ്പനികളൊക്കെ ഓഡിറ്റ് ചെയ്യേണ്ടതാണ്. ഇത്ര സുരക്ഷയില്ലാത്ത സാധനങ്ങളൊന്നും വിപണിയിൽ വിൽക്കാൻ സമ്മതിക്കരുതെന്ന് ഒരു കാര്യം. പക്ഷെ നമ്മളിതിൽ എന്ത് പണി ചെയ്യുകയാണെങ്കിലും നമ്മൾ അക്വേറിയമായി ബന്ധപ്പെട്ട് കണ്ടോ അത്ര പവറാണ് ഇതിൽ കിടക്കുന്നത്. അത് ഊരിയിട്ട് ഞാനിവിടെ അല്ല, മിക്കവാറും ടാങ്കിലൊക്കെ ഇതുപോലത്തെ ഇതിന് വെച്ചിട്ടുള്ളത്. കാരണം അത് നമുക്ക് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആണ്. ഹാങ്ങിങ് ആവും. പക്ഷെ അത് ഇത്രയും പ്രശ്നമാവും നമുക്കറിയില്ല. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും നിങ്ങൾ ഏത് അക്വേറിയമുള്ള ആളുകളാണ്, എന്ത് തരം ഫിൽറ്റർ ആയാലും നിങ്ങൾ ആ വെള്ളമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, വെള്ളത്തിൽ നമ്മൾ തൊട്ടിട്ടുള്ള എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും എല്ലാ ഫിൽറ്റേഴ്സും ലൈറ്റും എല്ലാം അതിന്ന് ഓഫ് ചെയ്യാം. അത് മസ്റ്റാണ്. കാരണം അത് ഇപ്പം ഞാനിതിൽ തൊട്ടപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഷോക്ക് കിട്ടി. അതിപ്പോൾ ഏതെങ്കിലും വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത് ആരും അറിയില്ല. മനസ്സിലായോ? അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.